ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യമോസ് ക്രിയേറ്റിവിറ്റി ആൻഡ് കുക്കിംഗ്. എല്ലാ കൂട്ടുകാർക്കും യമോസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി തക്കാളി കറിയാണ് ഉണ്ടാക്കാൻ പോണത്. വളരെ സിമ്പിളായിട്ടുള്ള ഈ തക്കാളി കറിക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. തക്കാളിയും ഒരു പിടി ഉള്ളി, ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു സവാളയും ഉണ്ടെങ്കിൽ നമുക്ക് കറി തയ്യാറാക്കാം. സൂപ്പർ ഒരു കറിയായിരിക്കും. നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഒരു 4 തക്കാളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയാണ്. ചെറിയുള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ എടുക്കാം. ഒരു പിടി ചെറിയുള്ളി ഞാൻ ചെറുതായി അരിഞ്ഞ്, അതുപോലെ 2 പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് ചേർക്കാം. കുറച്ച് കടലപ്പരിപ്പ്, വളരെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ടും പൊട്ടി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് എരിവിന് തക്കാളി നമ്മുടെ കറിയുടെ അളവിനനുസരിച്ച് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ഒന്ന് പച്ചമണം പോകുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരും. കുക്കറിൽ നല്ല ചൂടുണ്ടാവുമല്ലോ, ആ ചൂടിൽ ഒന്ന് വാടി കുഴഞ്ഞ് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി ഇതിന് കൂടുതലായിട്ടൊന്നും ചേർക്കാനില്ല. കറിവേപ്പില മാത്രമേ ചേർക്കേണ്ട. ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് മൂടിയിട്ട് അടച്ചിട്ട് ഒരു 5-6 വിസിലടിപ്പിച്ചാൽ കറി റെഡിയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. നല്ലതുപോലെ ഒന്ന് തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഉടഞ്ഞ് വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം.
ഗ്രേവി അനുസരിച്ച് വെള്ളം ചേർക്കാം. ഈ കുക്കർ അടച്ചിട്ട് ഒരു 4-5 വിസിലടുപ്പിക്കാം. അപ്പം ഇപ്പം തന്നെ ഓൾറെഡി വെന്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി വിസിലും കൂടി അടുപ്പിക്കുമ്പോൾ നല്ലതുപോലെ അലിഞ്ഞ് കറിക്ക് പാകമായിരിക്കും. തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വരും. നമുക്ക് മൂടി വെച്ചിട്ടൊരു 5 വിസിലടുപ്പിക്കാം. കുക്കർ 5 വിസിലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിരുന്നു തീ. ആ ചൂട് മുഴുവനും പോയി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. കടകോല് വെച്ചിട്ട് ഞാനൊന്ന് നന്നായി ഉടച്ചും കൊടുത്തു. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയൊരു കറിയായിരിക്കും തക്കാളിക്കറി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നല്ല ഗ്രേവിയോട് കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. തുടർന്ന് നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ബൈ ബൈ.